ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് റിയൽമി ബഡ് എയർ 2യുടെ. ഇതൊരു നോയ്സ് ക്യാൻസലിങ് ചെയ്യുന്ന ഒരു ഇയർഫോണാണ്. ഇപ്പോൾ ഇതിനെ നമ്മൾ ബൈക്ക് ടെസ്റ്റ്, മോൾ ടെസ്റ്റ്, വിൻ ടെസ്റ്റ്, എല്ലാ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. കുറേ കാറ്റ് ഹോപ്പ്ഫുള്ളി എൻ്റെ ഇൻട്രസ്റ്റ് തരാം. ഇത് രണ്ട് മൈക്ക് നോക്കാം നോൺ ക്യാൻസലേഷൻ എത്ര ആകുന്നുണ്ട്, പിന്നെ നമ്മളുടെ എത്ര കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് സൗണ്ട് എടുക്കാൻ പോകുന്നത്. ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ട് ബൈക്ക് ഓടിക്കുമ്പം വെന്റിന്റെ ഒരു പ്രോബ്ലം വരില്ല. പക്ഷെ എക്കോയുടെ കുറച്ച് പ്രോബ്ലം വരും. കാരണം ഹെൽമെറ്റിന്റെ അകത്ത് തന്നെ ഒത്തിരി എക്കോ ക്രിയേറ്റ് ആവും. ഇപ്പം ഞാൻ ഈ വൈസർ തുറന്നാൽ കുറച്ച് എക്കോയുടെ സൗണ്ട് കുറയും, പക്ഷെ എക്കോ എന്നാലും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് സൗണ്ട് കിട്ടാൻ പോകുന്നത് മോളിൽ. ഇപ്പം നമ്മൾ മോളിൽ സൗണ്ട് ടെസ്റ്റ് ചെയ്യുക, ആൾക്കാർ ഒത്തിരി ഉണ്ട്, പിന്നെ മെഷീൻ്റെ ഒക്കെ സൗണ്ട് ഒത്തിരി ഉണ്ട്, പിന്നെ സ്പീക്കറിൽ ഒത്തിരി സൗണ്ട് ഉണ്ട്. അതൊക്കെ ഈ മൈക്കിൽ കുറച്ചൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അത് കാരണം ഒത്തിരി സൗണ്ടൊക്കെ ഇത് ക്യാൻസൽ ചെയ്യും, കൂടുതൽ സൗണ്ട് കിട്ടില്ല. ഹോപ്പ്ഫുള്ളി എൻ്റെ സൗണ്ട് ക്ലിയറാണ്. ഇപ്പം നമ്മൾക്ക് വെളിയിൽ പോകാം, വെളിയിൽ പോയിട്ട് ട്രാഫിക് സൗണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഫീനിക്സ് മോളിൻ്റെ വെളിയിൽ നിൽക്കുക. ഇവിടെ കുറച്ചൊക്കെ ട്രാഫിക് ഉണ്ട്. നമ്മൾ ട്രാഫിക് സൗണ്ട് ടെസ്റ്റ് ചെയ്യുക. ഈ ഇയർഫോണിൽ സെക്കൻഡറി മൈക്ക് ഉണ്ട് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാനായിട്ട്. ഹോപ്പ്ഫുള്ളി അതൊരു നല്ല ജോബ് ചെയ്യുക. വെളിയിലത്തെ ഒച്ച ഒത്തിരി ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ ഒച്ച ക്ലിയർ ആവണം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ വിൻഡ് സൗണ്ട് ടെസ്റ്റ്. നമ്മളിപ്പം ഫീനിക്സ് മോളിൻ്റെ വെളിയിലാണ്. ഇവിടെ ഒത്തിരി വിൻഡ് ഉണ്ട്, എൻ്റെ മുടിയുടെ പോലും കാണുന്നുണ്ടല്ലോ. ഇപ്പം ഈ ഇയർഫോണിൽ രണ്ട് മൈക്കുണ്ട്. ഒരെണ്ണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന് വേണ്ടി, ഒരെണ്ണം താഴെ നമ്മളുടെ സൗണ്ടിന് വേണ്ടിയിട്ട്. അത് ഒരുമിച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ക്യാൻസൽ ചെയ്യും. പക്ഷെ വിൻഡ് വരുമ്പം ആ സൗണ്ട് ക്യാൻസലേഷൻ നല്ലപോലെ വർക്ക് ചെയ്യില്ല, മോസ്റ്റ്ലി എല്ലാ ഇയർഫോണിലും. നോക്കാം ഇതിൽ എങ്ങനെയാണ് സൗണ്ട് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാം ഈ ഇയർഫോൺ ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ബേസിക്കലി ബൈക്ക് ടെസ്റ്റ് ചെയ്തപ്പം ഹെൽമെറ്റ് ഇടാതെ ഞാൻ ഓടിച്ചപ്പം വിൻഡ് ഒത്തിരി, കാറ്റിൻ്റെ ഒത്തിരി സൗണ്ട് വന്നു. അത് കാരണം നമ്മളുടെ സൗണ്ട് അത്ര വന്നില്ല. ഞാൻ എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ഹെൽമെറ്റിൻ്റെ അകത്താണെങ്കിൽ ഒത്തിരി എക്കോ ക്രിയേറ്റ് ആയി. രണ്ട് മൈക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം ഇത്ര ചെറിയ സ്പേസിൽ ഒത്തിരി എക്കോ ക്രിയേറ്റ് ആകും. ആ എക്കോയുടെ കാരണം എൻ്റെ ഒച്ച അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ മോൾ ടെസ്റ്റ്, ട്രാഫിക് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. വെളിയിലത്തെ ഒച്ച കൂടുതൽ അകത്ത് വരില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മെയിൻ പ്രോബ്ലം ഇതിൽ കണ്ടത് വിൻഡും ആയിരുന്നു. പിന്നെ ഹെൽമെറ്റിൻ്റെ അകത്ത് ഇടുമ്പം ഇത് കുറച്ച് വലുതാണ്, ഇത് കുറച്ച് ഇത് പ്രസ് ആവും, അത്രേ ഉള്ളൂ. അത് അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഇല്ല. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയി. ബൈ ബൈ.